ഡ്രീം ഹോം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചക്കയടയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇപ്പോൾ മഴയൊക്കെ അല്ലേ, വൈകുന്നേരം 4 മണിക്ക് എല്ലാവർക്കും ഒരു ചായയ്ക്ക് ചെറിയൊരു കടിയായിക്കോട്ടെ. അപ്പം ചക്കപ്പഴമൊക്കെ എല്ലാവർക്കും ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ടാവും. ചക്കപ്പഴം ഒന്നും വെറുതെ കളയണ്ട കേട്ടോ. എല്ലാവരും നന്നായിട്ട് അത് വരട്ടി വെച്ചാൽ നമുക്ക് ഒരുപാട് നാൾ ഉപയോഗിക്കാൻ പറ്റും. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. അധികം എയർ കയറാതെ നല്ല ക്ലീനായിട്ടുള്ള ബൗളിൽ സൂക്ഷിക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഈ ചക്കപ്പഴം. അപ്പോൾ നമുക്കിന്ന് റെസിപ്പിയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാൻ അരിപ്പൊടി, റവ, അതുപോലെ തേങ്ങ ചിരവിയത്, 2-3 ആണി വെല്ലം, പിന്നെ ചക്ക വരട്ടി വെച്ചത്, ജീരകം, ഏലക്ക മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തത്, ഇത്രയും ചേരുവകളാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചേർക്കുന്നത് നോക്കാം. ആദ്യം ഗ്യാസ് ഓണാക്കി അതിൻ്റെ മുകളിലൊരു പാത്രം വെച്ച് അതിലേക്ക് വരട്ടി വെച്ച ചക്ക ഞാൻ അതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്ത് അത്യാവശ്യം വെല്ലം എല്ലാം ചേർത്തിട്ട് നേരത്തെ വരട്ടി വെച്ചതാണ്. അതുകൊണ്ട് അധികം ഞാൻ വെല്ലം ചേർക്കുന്നില്ല. എല്ലാവരും അവർക്ക് ആവശ്യമായ മധുരം നോക്കിയിട്ട് വേണം ചേർക്കാൻ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള മധുരം ഇതിനുള്ളത് കൊണ്ട് ഇനി പൊടിയൊക്കെ ചേർക്കുന്ന സമയത്ത് മധുരം നോക്കിയിട്ട് ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെല്ലം ഉരുക്കാൻ വെച്ചിരിക്കുന്നത്. പരമാവധി വെല്ലം ഉരുക്കിയിട്ട് ചേർക്കുക. വെല്ലത്തിലെല്ലാം കല്ലും കരടും ഒക്കെ ഉള്ളത് കൊണ്ട് ഉരുക്കിയിട്ട് ചേർക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ഞാൻ ആവശ്യത്തിനുള്ള ചക്കപ്പഴം എടുത്തു. നമുക്ക് ഒരുപാട് അങ്ങ് ലൂസാവാത്ത രീതിയിലുള്ള കണക്കിനുള്ള ചക്കപ്പഴം പൊടി വേണം നമ്മളിതിൽ എടുക്കേണ്ടത്. അപ്പോൾ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് പൊടിയെടുക്കുക. എല്ലാവരും ഇങ്ങനെ ആയിരിക്കണം എന്നില്ല, ചിലപ്പം അല്ലാതെ പച്ചയ്ക്ക് തന്നെ ചെയ്യുന്നവരുണ്ടാവും. ഞങ്ങൾ നന്നായിട്ടൊന്ന് ചൂടാക്കി വരട്ടി വെച്ചതിന് ശേഷമാണ് ചെയ്യാറ്. അപ്പോൾ ഇത് ഒരു പ്രത്യേക രീതിയിലാണ് ഞാൻ ആക്കുന്നത്. ഇങ്ങനെ എത്ര പേര് ഉണ്ടാക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് എൻ്റെ ഏച്ചി പറഞ്ഞു തന്നൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഇങ്ങനെ ആക്കിയപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ ആക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ രീതിയിലാണ് ചെയ്യാറ്. അപ്പോൾ ചക്ക നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഒരല്പം വെല്ലം കൂടി ചേർക്കാം. കാരണം ആദ്യം ചേർത്ത വെല്ലം പൊടിയിടുമ്പോൾ ലേശം കുറവായിരിക്കും. അതുകൊണ്ട് ഒരു അല്പം വെല്ലം ഒഴിക്കുന്നുണ്ട്. വെല്ലം ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അടിക്ക് പിടിക്കാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇല്ലെങ്കിൽ അടിക്ക് പിടിച്ച് കഴിഞ്ഞാൽ കരിഞ്ഞ ചവയായിപ്പോവും. അങ്ങനെ വരാതെ ഇനിയിപ്പം വെല്ലം ഒഴിച്ചതുകൊണ്ട് ലേശം ചക്കപ്പഴം ലൂസാവും. അത് കുറച്ചും കൂടെ ടൈറ്റ് ആക്കിയിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കുക. അതൊന്ന് ടൈറ്റായി വരുമ്പോഴാണ് ഇനി നമ്മൾ പൊടി ചേർക്കുന്നത്. അപ്പം നമ്മുടെ ചക്കപ്പഴം ഏകദേശം ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടിച്ച് വെച്ച ഏലക്കയും ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ലേശം പഞ്ചസാരയും കൂടി ഇട്ടിട്ടാണ് മിക്സിയിൽ അടിച്ച് അന്നേരം നന്നായിട്ട് പൊടിയും അത് ഇട്ട് കൊടുത്തു. ഇനി അതും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അതിന് ശേഷം തേങ്ങ ചിരവിയത്, അത് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ കറക്കി എടുത്തായിരുന്നു. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ തേങ്ങയും ഏലക്കയും ജീരകവും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കാം. അതിന് ശേഷം നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. വറുക്കാത്ത റവയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതൊരു ചെറിയ തവിയെ ചേർക്കുന്നുള്ളൂ. ഒരു ചെറിയ തരി പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ റവ ചേർത്ത് കൊടുത്തു. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വറക്കാത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് അതിൽ കട്ടകൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് അരിച്ചിട്ട് വേണം അതിലേക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നമുക്ക് അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ആകും. ഒരു ഇളം തീയിൽ വേണം നമ്മൾ ഇത് ചൂടാക്കാൻ വേണ്ടി. അപ്പം ഇത് ആ ചൂടിൽ തന്നെ നമ്മളിത് മിക്സ് ചെയ്യുന്നത്. അടുപ്പിൽ നിന്ന് വാങ്ങുന്നതിന് മുമ്പ് തന്നെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് വേണം മിക്സ് ചെയ്യുന്നത്. അതിന് ശേഷം നമുക്ക് ഇത് വാങ്ങി വെക്കാം. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം വേണം വാങ്ങി വെക്കാൻ. അപ്പോൾ നമ്മൾ പൊടികളെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ട് വാഴയില എടുത്ത് നമുക്ക് ആവിയിലൊന്ന് തിളച്ച വെള്ളത്തിൽ മുക്കിയെടുക്കണം.
ഇലയിൽ മടക്കിയ അടയെല്ലാം ഞാനൊരു ആവിത്തട്ടിൽ വെക്കുന്നുണ്ട്. ഒരു 10-15 മിനിറ്റിന് വരെ നമ്മളൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. ഇനി അതിന് ശേഷം നമുക്ക് ഒരു 10-15 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ അടയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം കഴിക്കാനാണ് ടേസ്റ്റ്. അപ്പോൾ എൻ്റെ ഈ ചക്കയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നവരെ ബൈ.